ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദോശമാവാണ്. ഈ ദോശമാവ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, പിന്നെ ഇന്ന് ഈവനിങ് ഒരു വെറൈറ്റി സ്നാക്സായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് റവ, നമ്മുടെ സാധാരണ ഉപ്പുമാ റവ, ഒരു ഓണിയൻ ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നു. പിന്നെ ആവശ്യത്തിനങ്ങ് വെള്ളം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, നമുക്കിതെങ്ങനെയാണ് പ്രിപ്പറേഷനൊന്നും കാണാം. നമുക്കിതിനി ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറേ വെജിറ്റബിൾസ് കൂടി ചേർക്കാമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് റവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം, കാലിഫ്ലവർ ആഡ് ചെയ്യാം, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലുമെല്ലാം ആഡ് ചെയ്യാം വെജിറ്റബിൾസ്. എൻ്റെ മോളയ്ക്ക് മുളകൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിതിലേക്ക് മുളക് ആഡ് ചെയ്യുന്നില്ല. ഓണിയൻസ് മാത്രമേ ഇട്ടിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് ആവശ്യം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു 1/2 hour നമുക്ക് റെസ്റ്റിന് കൊടുക്കാം. അപ്പോഴേ ഇത് നന്നായിട്ട് പെരുവി വരത്തുള്ളൂ റവ. നമുക്ക് ഭയങ്കര ലൂസ് വേണ്ട, ഭയങ്കര തിക്കും വേണ്ട, ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിലോട്ട് വേണം നമുക്ക് ഈ ബാറ്റർ പ്രിപ്പയർ ആക്കാൻ. നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. പിന്നെ ഇതിൽ കുറേ വെജിറ്റബിൾസ് ചേർക്കാമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു വെജിറ്റബിൾസ്. ഞാൻ വെളിയിൽ പോകാത്തത് കൊണ്ട്, ഇവിടെ ഭയങ്കര മഴയാണ്, അങ്ങനെ വെളിയിൽ പോകാത്തത് കൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. ഇപ്പോൾ നമുക്കൊരു 30 minutes അടച്ച് വെച്ചിട്ട് റെസ്റ്റ് അങ്ങ് കൊടുക്കാം. ആഫ്റ്റർ 30 minutes കഴിഞ്ഞിട്ട് അപ്പച്ചട്ടി ചൂടാക്കി അപ്പച്ചട്ടിയിലാണ് നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകം, 1 ടീസ്പൂൺ അത്രയും ഞാൻ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇത് എൻ്റെ ഗാർഡനിലുള്ള കറിവേപ്പിലാണ്. എനിക്ക് കറിവേപ്പില കൃഷിയുണ്ട്, എനിക്ക് കൃഷി കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ വരുന്ന ദിവസങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ എൻ്റെ മോൾ ഇത് എനിക്ക് അവൾക്ക് മുളക് വേണ്ട, എരിവ് എന്നൊക്കെ പറയണത് കൊണ്ട് പിന്നെ അതും കൂടി ആഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് ഇഞ്ചും കൂടി ആഡ് ചെയ്യുക. ഞാൻ ഇഞ്ചി ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അത് സ്കിപ്പായിപ്പോയി. സോ നമുക്ക് ഇഷ്ടം എന്തൊക്കെയാണ് വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടെന്ന് നമുക്കതിലൊക്കെ ഉപയോഗിക്കാം. ആ വെജിറ്റബിൾസ് എല്ലാം ഇടാം നമുക്കിതിലേക്ക്. പിന്നെ ഇത് ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഈ ബാറ്റർ നമ്മുടെ ഇതിൽ ചെറുതായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ പിള്ളേർക്കൊക്കെ നല്ല സ്നാക്സ് കൂടി ആവും. ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അധികം ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് ചെറുതായിട്ട് മാത്രം ഓയിൽ ചേർത്താൽ മതി. ഒരുപാട് ഓയിൽ ആവശ്യം വരുമെന്നൊന്നും കരുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് എല്ലാത്തിലും നമ്മൾ കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. സെയിം ഇതിൻ്റെ ഷേപ്പ് കൂടി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് തന്നെയാണ് വരുന്നത്. ഇപ്പം നമുക്ക് ഓയിൽ നന്നായിട്ടും ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ചൂടായാൽ മതി. നമുക്ക് ഉള്ളിലുള്ള നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് അങ്ങ് ചൂടായി അത് വെന്തി വരണ്ടേ. നമുക്കിതിപ്പോൾ ചൂടായി വരുന്നുണ്ട്. ചൂടായി വന്നു. പിന്നെ ഞാൻ ഫ്ലെയിമൊക്കെ മാറ്റി മീഡിയത്തിലോട്ടങ്ങ് ഇട്ട്. സോ നമുക്ക് മാവൊന്നും
ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൽ നിറച്ച് മാവ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രം മാവ് ഇട്ടാൽ മതി. ഇതിലേക്ക് നിറച്ച് മാവിടേണ്ട ആവശ്യമില്ല, കുറച്ച് മാവ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മിനിറ്റ്സായി, നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഓൾമോസ്റ്റ് റെഡി ആവാറായി. സോ നമുക്ക് തിരിച്ച് കൊടുക്കാം. ഈസി ആയിട്ടങ്ങ് ഇളകി വരുക. ഇതെല്ലാം ഈസി ആയിട്ടങ്ങ് ഇളകി വരും. ഒരുപാട് ഓയിലൊന്നും വേണ്ട, നമുക്ക് കുറച്ച് ഓയിലകത്ത് നമുക്കിതെല്ലാം ഈസി ആയിട്ട് ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ എപ്പോഴും സ്വീറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു പെട്ടെന്നാവുന്നൊരു വിഭാഗം. ഇവിടെയും കൂടി ഒരു 5-10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം കുറച്ച് തീ കൂട്ടി വെച്ചിരിക്കാം. സെയിം ലൈറ്റ് ഈ ഗോൾഡൻ കളർ വന്നപ്പോഴത്തേക്ക് മാറ്റാം. സോ നമുക്കിപ്പോൾ ഇത് റെഡിയായി. ഇതിന് മാറ്റി ഒരു സെർവിങ് ബൗളിൽ അങ്ങ് എടുക്കാം. നമുക്ക് ഓൾറെഡി ഇതിൽ ഓയിലുള്ളത് കൊണ്ട് നമുക്കിനി ഓയിൽ ഒരിക്കൽ കൂടി ചേർക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് നമ്മുടെ മാവ് വെച്ച് ഒരിക്കൽ കൂടി നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലൊരിക്കൽ കൂടി മാവ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അതേപോലെ നമുക്ക് ഇതിന് സിമ്മിൽ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഫ്രണ്ട്സ്, ദാ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കാറില്ലേ, നമ്മൾ മാവൊക്കെ പുളിയായിപ്പോയി, ദോശമാവ് അയ്യോ കളയാണ്ടേ വന്നല്ലോ ഇത്രയ്ക്ക് മാവ് എന്നൊക്കെ നമുക്കിനി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൈറ്റ്, നമുക്കിനി ഇത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാമോ. നെക്സ്റ്റ് അടുത്ത വേറെ ഒരു ഇതിൽ ഞാൻ വേറെ റെസിപ്പി ഞാൻ ആഡ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ പുളിയായിപ്പോയുള്ള മാവിനെ നമ്മൾ കളയാതെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത്.